ക്ഷേത്രം തന്ത്രി അക്കിത്തമംഗലത്ത് മഠം രത്നശ്രീ കണ്ഠരര് ചന്ദ്രമോഹനര് സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ആര്യക്കോണം ദേവീക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരു ലഘു പുസ്തകം കരയോഗത്തിലെ ഭക്തജനങ്ങൾ രചിച്ച 15 കീർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ, അതോടൊപ്പം ഏതാനും സ്തുതികളും ശ്രുതികളും നാമാവലികളും ഉൾപ്പെടുത്തി നിത്യപാരായണത്തിനും അർച്ചനയ്ക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഈ മഹനീയ വേളയിൽ നമ്മുടെ ക്ഷേത്രത്തെ പറ്റിയും മാതൃസമിതിയെ പറ്റിയും ഈ പുസ്തകത്തെ പറ്റിയും രണ്ടു വാക്ക് പറയുക എന്നുള്ളതാണ് എന്റെ പദ്ധതി. 300-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രം ഇവിടുന്ന് 1.5 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന ഉദയനൂർ ദേവീക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഉദയനൂർ ക്ഷേത്രത്തിന്റെ മന്ത്രമൂർത്തി സ്ഥാനമാണ് ആര്യക്കോണം ക്ഷേത്രത്തിലുള്ളതെന്നാണ് ഐതിഹ്യം. നമ്മുടെ ക്ഷേത്രത്തെ പറ്റി ആധികാരികമായ രേഖകൾ പറഞ്ഞിട്ടില്ല എങ്കിലും ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ക്ഷേത്രം കുടുംബങ്ങളാണ് നടത്തിയത്. ആര്യക്കോണം കുടുംബമാണ് നടത്തിയിരുന്നത്. ആ അടുത്തുള്ള പല കുടുംബങ്ങളും ഈ ദേവതയെ കുടുംബദേവതയായി സ്വീകരിച്ചിരുന്നു, ആരാധിച്ചിരുന്നു, ഇപ്പോഴും ആരാധിക്കുന്നു. ആ കുടുംബങ്ങളിലെ തലമൂത്ത ആളുകൾ വായ്മൊഴിയായി അവർക്ക് കിട്ടിയ അറിവ് പകർന്നു തന്നതനുസരിച്ചാണ് ഇന്ന് ഈ ക്ഷേത്രത്തെ പിന്നീട് ചരിത്രമുള്ളത്. ആദ്യമായിട്ട് ഒരു റെക്കോർഡ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ 1937-ലാണ്. 37-ൽ ആണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. അതുവരെ ഉള്ള കഥകൾ വായ്മൊഴിയായി പറഞ്ഞതാണ്. നേരത്തെ നമ്മൾ സുബന്യയോട് പറഞ്ഞിരുന്ന പോലെ ചെള്ളിയാറിൽ കൂടി ഒരു തിരുമുടി ഒഴുകി വരികയും ആര്യക്കോണത്തെ കാരണവർ ആ തിരുമുടി പിടിച്ച് ഉദയനൂരിൽ സ്ഥാപിക്കുകയും ചെയ്തു, പൂജ നടത്തുകയും ചെയ്തു. അവിടെ ക്ഷേത്രം വളർന്നു, ക്ഷേത്ര സ്വത്തുക്കളും ഉണ്ടായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ക്ഷയിക്കാൻ തുടങ്ങി, സ്വത്തുക്കൾ അനാഥമാകാൻ തുടങ്ങി. എന്നാൽ ആ സമയത്ത് ഈ ആര്യക്കോണം കുടുംബത്തോട് ചേർന്ന് ഒരു ചൈതന്യം കാണപ്പെട്ടു. അത് മന്ത്രമൂർത്തി സ്ഥാനമാണെന്ന് മനസ്സിലാക്കി അവിടെ പൂജ തുടങ്ങി. പിന്നീട് ദേവിയുടെ സാന്നിധ്യവും അവിടെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഇവിടെ ആര്യക്കോണം ക്ഷേത്രം വളർന്നത്. പിന്നീട് കരുതമുരി ക്ഷേത്രം ക്ഷയിക്കുകയും അത് കഴിഞ്ഞ് കരക്കാട് തന്നെ അത് ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തു എന്നുള്ള ചരിത്രം. ഈ ആര്യക്കോണം ക്ഷേത്രം അന്ന് മുതൽ ആര്യക്കോണത്തെ കുടുംബക്കാർ നടത്തി വന്നിരുന്നു. എന്നാൽ 98 ആയപ്പോഴേക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം, കുടുംബക്കാർക്ക് നടത്താനുള്ള ബുദ്ധിമുട്ട് കാരണം കരക്കാട് ഉൾപ്പെട്ട് 101 പേരുടെ കമ്മിറ്റി ഉണ്ടാക്കി. പോകാതെ വളരെ കാവ്യാത്മകമായി, വളരെ ഭംഗിയായി എല്ലാവരും ഞങ്ങളുടെ രചനകൾ രചിച്ചിരിക്കുന്നു. ഇത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി മാതൃസമിതി അംഗങ്ങൾ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്, വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമത്തിന് എല്ലാവരുടെ അഭിനന്ദനങ്ങളും നൽകുന്നതോടൊപ്പം തന്നെ ഈ യജ്ഞത്തിന്റെ ചാലകശക്തിയായി പ്രവർത്തിച്ച മാതൃസമിതിയുടെ എല്ലാമായ നട്ടല്ലായ ശ്രീമതി ആനന്ദവല്ലിയമ്മ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. ഇതിൽ പ്രവർത്തിച്ച എല്ലാവരെയും ദേവി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കുകയാണ്. അർച്ചനാ പുഷ്പങ്ങൾ എന്ന ഈ കൃതി പ്രകാശനം ചെയ്യുന്നതിനായി ആദരണീയനായ ഹിസ് ഹൈനസ് പ്രിൻസ് ഔട്ടൻ തിരുനാൾ ശ്രീ ആദിത്യവർമ്മ തമ്പുരാനെ ക്ഷണിക്കുന്നു. അത് സ്വീകരിക്കുന്നതിനായി നമ്മുടെ ക്ഷേത്രം തന്ത്രി അക്കിത്തമംഗലത്ത് മഠം രത്നശ്രീ കണ്ഠരര് ചന്ദ്രമോഹനര്
എനിക്ക് അനുകരിക്കാൻ ഞാൻ ആ ഈശ്വരന്റെ അനുഗ്രഹമാണ് വേണ്ടത്. പിന്നെ എല്ലാവരും വിശ്വസം ഞാൻ നൽകുന്നു ഈ സമിതിക്ക്, ഈ ഇടകളിൽ എല്ലാവർക്കും ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും കൂടുതൽ എല്ലാ പുസ്തകങ്ങളും പ്രകാശനം ചെയ്യാനും അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ഗ്രഹിച്ചു നമുക്ക് എന്താണ് അനുകൂലമായിരിക്കട്ടെ, അതാണ് അനുഗ്രഹം. പിന്നെ ശ്രീധർമ്മനെ പറ്റി പത്രാമത്തെ പറ്റി നല്ല പാട്ട് ഇവിടെ എന്താ വൃത്തിയായിട്ട് കേട്ടായിരുന്നു, വളരെ നന്നായിട്ടുണ്ട്. ഇരുണ്യഗർഭത്തിനെ പറ്റി കുറെ ഉണ്ടായിരുന്നല്ലോ. എന്റെ ഓർമ്മ ശരിയാണ്, ഇതേ പറഞ്ഞാല് ശ്രീധർ മഹാരാജാണ് നടത്തിയത്. മഹാരാജാവാകുന്നതിന് മുമ്പ് ഹിരണ്യഗർഭവും പിന്നെ തുലാപുരുഷദാനം രണ്ട് ചടങ്ങുണ്ടായിരുന്നു. ഹിരണ്യഗർഭം എന്ന് പറഞ്ഞ ഈ സ്വർണ്ണ പാത്രത്തിലിറങ്ങി അഭിഷേകം കഴിഞ്ഞിട്ട് ആ പാത്രം മുറിച്ച് അടുത്തുള്ള ബ്രാഹ്മണന്മാർക്കും എല്ലാം കൊടുക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കാലമായപ്പോൾ അത് വേണ്ടെന്ന് അനാവശ്യ ചെലവാണെന്ന് പറഞ്ഞു. തുലാപുരുഷദാനം എന്ന് പറയുന്നത് മഹാരാജാവ് തുലാഭാരം പോലെ ത്രാസിലിരുന്നിട്ട് അപ്പുറത്ത് സ്വർണം വയ്ക്കും. മഹാരാജാവിന്റെ വെയിറ്റ് അനുസരിച്ചുള്ള സ്വർണം അമ്പലത്തിൽ കിട്ടും. എന്നെപ്പറ്റാണെങ്കിൽ കുറച്ച് കിട്ടും, വെയിറ്റ് കൊടുക്കും. അങ്ങനെ നമ്മുടെ ഇപ്പൊ എല്ലാവർക്കും നിധിശേഖരമാണല്ലോ ഇപ്പൊ പ്രധാനം. അപ്പൊ ഞാൻ കണക്കെടുപ്പിൽ പോയപ്പോൾ ഒരു ചെറിയൊരു കാര്യം കണ്ടായിരുന്നു. ഒരു ഇരുമ്പിൽ ഇത്ര വിലക്കുള്ളൊരു ഈ പഴയ പാൽപാത്രം കണ്ടിട്ടുണ്ടല്ലോ, അതുപോലത്തെ ഒരു ജാറ് പോലത്തെ ഒരു സാധനം. അപ്പൊ ഈ ഞങ്ങളെയും വെച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും പേടിയാണ് തുറക്കാൻ. തുറക്കുന്നത് ഈ ജീനിയോ ഭൂതമോ എല്ലാം വരുമോ. മൂന്നാല് പേര് കുലുക്കിയപ്പോ കുലുങ്ങുന്ന ശബ്ദം കേട്ടു. അപ്പൊ മനസ്സിലായി എന്താ എന്തോ ഉണ്ടെന്ന്. പിന്നെ അത് അതിനകത്ത് തുറക്കുകയും തുറന്നപ്പോ അതിന്റെ അകത്ത് എന്താണ് ആൾക്കാർക്ക് പേടി കൈയിടാൻ വേണ്ടി പിന്നെ നമ്മൾ ചെറിയ ഏരിയ വന്ന് അതൊക്കെ ആ പാത്രം ചരിച്ചപ്പോൾ നെൽമണിയായിരുന്നു സ്വർണത്തിന്. ശരിക്കും ഞങ്ങൾ തൂക്കി നോക്കിയപ്പോൾ ഒരു 900 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു പ്യൂർ ഗോൾഡ് നെൽമണി. അതന്ന് പറഞ്ഞത് രാജ്യത്തിന് ആൾക്കാർക്ക് ദാരിദ്ര്യവും ബിസിനസ് ചെയ്യാനൊന്നും ഗതിയില്ലാതെ വരുമ്പോൾ ഇത് ഭഗവാന് പണയം വെച്ചിട്ട് അതിന് പൈസയായിട്ട് ആൾക്കാരെ കൊടുത്തിട്ട് അവര് ബിസിനസ് ചെയ്ത് തിരിച്ച് അമ്പലത്തിൽ പൈസ അടയ്ക്കുമ്പോൾ തിരിച്ച് നമ്മൾ ജീവിക്കും. അതായത് അന്നത്തെ ഐതിഹ്യം. അങ്ങനെ ഒരുപാട് അമൂല്യവും വളരെ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേരളക്കാരുള്ളത്. പിന്നെ ഈ സോഷ്യൽ മീഡിയ കാണുന്ന പാമ്പും അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അതൊക്കെ ചുമ്മാ കാര്യങ്ങളാണ്. പാമ്പുണ്ട്, പൂട്ടുണ്ട്, പാട്ട് പാടിയില്ല തുറക്കൂ. പാട്ട് പാടാം, പക്ഷെ തുറക്ക് വരുന്നറിയില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ശ്രീപത്മനാഭന്റെ ശ്രീകോവിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പൊ അതും ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഭഗവാന് പോയി കടലാണ് ജീവിതത്തിൽ ആരെയും ശബ്ദം കേൾക്കാം, കയ്യിലൊരു പോറ്റി മോതിരം കെട്ടിയാണെങ്കിൽ വെള്ളം കണ്ടു. അങ്ങനെയൊന്നുമല്ല. ഞാനവിടെ ശ്രീകോവില് ഈ അടുത്ത കാലത്ത് ചെറിയ മൈനർ റിപ്പയർസ് നടക്കുമ്പോൾ അവിടെ ഈ ബാറ്ററി ലൈറ്റ് വെച്ച് അടിച്ച് ഈ കാണുന്നത് ഭാഗ്യം കിട്ടി. ശരിക്കും ഭഗവാന്റെ പുറവിൽ ശിരസിന്റെയും പാദത്തിന്റെ അവിടെ രണ്ട് വെഞ്ചാമരം വീശുന്ന സ്ത്രീരൂപങ്ങളുണ്ട്. നമുക്കൊരിക്കലും ഇത് സാധാരണ കാണാറില്ല. പിന്നെ പുറവില് ആയുധ പുരുഷന്മാരുണ്ട്. താഴത്തെ നിലയില് ആയുധം തലയിൽ വെച്ച് കൈകൊണ്ട് തൊഴുകൊണ്ടിരിക്കുകയാണ്. ആയുധം വെച്ച് തൊഴുവാൻ പാടില്ല. രണ്ടാമത്തെ തട്ടിൽ വരുമ്പോ സൂര്യൻ, ചന്ദ്രൻ, സപ്തഋഷികള്. പിന്നെ പാദത്തിന്റെ അവിടെ മധുകയുടെ ഉണ്ട് മാർക്കണ്ഡേയ മുനി, ശ്രീദേവി, ഭൂദേവി. ഇത്രയുമാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉള്ളത്. വേറെ ഞാനൊരു പുറകിൽ കൂടെ നമുക്ക് പ്രദർശനം വയ്ക്കാൻ പോകും, അത് പറ്റില്ല. ഭഗവാന്റെ ഇടത്തെ കാല് ഭിത്തിയുടെ അകത്തോട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അത് ഫുൾ പ്രദർശനം വയ്ക്കാൻ പറ്റില്ല. പിന്നെ ഒത്തിരി വണ്ണമുള്ള പോറ്റിമാർക്കും അതിന്റെ ഇടയിലൂടെ പോകാൻ പറ്റില്ല. വളരെ നാരമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതാണ് ശ്രീപത്മനാഭ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. പിന്നെ എനിക്ക് തോന്നുന്നത് 1740s വരെ വിഗ്രഹം വിഗ്രഹമായിരുന്നു. അഗ്നിമാല കഴിഞ്ഞിട്ടാണ് കടുശർക്കയാക്കിയത്. അപ്പോഴാണ് നമുക്ക് ഈ 24,000 സാളിഗ്രാമം അന്ന് കാളികണ്ഠകി നദിയിൽ നിന്ന് കൊണ്ടുവന്നു, നേപ്പാളിൽ നിന്ന്. അതില് 12,008 വിഗ്രഹത്തിന്റെ അടിയിൽ നിയന്ത്രണം ചെയ്തിരിക്കുന്നത്. ബാക്കി
പരമതത്വത്തിന്റെ മുമ്പിൽ ഇപ്രാവശ്യം എത്തിച്ചപ്പോൾ ഒരു ചെറിയ കുളം പോലെ കണ്ടേക്കാം. അതിന്റെ മുകളിലൊരു ആമയുടെ ഷേപ്പിൽ ഒരു പിടിയുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വറ്റിച്ചപ്പോൾ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം വറ്റിച്ചപ്പോൾ കാണാനില്ല. ഇത് നാമജീവം കൊണ്ട് പോയി കാണും. പക്ഷെ അത് നിർഭാഗ്യവശാൽ സ്വർണ്ണമല്ല. അപ്പൊ ഇതൊന്നും പോയതിന് എന്ത് ചെയ്യണമെന്നില്ല. ബാക്കിയുള്ള ഈ നാളിഗ്രാമം നമ്മുടെ ഭദ്രദീപപുര എന്ന് പറഞ്ഞ പറയുന്നുണ്ട്, അവിടെ വെച്ചിട്ടുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ കാളികണ്ഠകൻ നദിയിൽ കൊണ്ടുവന്നു പറഞ്ഞപ്പോ എനിക്കൊരു ആശയം തോന്നുന്നു പോയാൽ എന്താണ്. അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മുടെ പോകാനുള്ള ഭാഗ്യം കിട്ടി. നമ്മുടെ 108 ദിവ്യദേശങ്ങളിൽ ഭാരതത്തിൽ പുറത്തുള്ള ഏക ക്ഷേത്രമാണ് മുക്തിനാഥ്. അവിടെ നാളെ കാളികണ്ഠകൻ നദിയിൽ ഉത്ഭവം. അപ്പൊ കഴിഞ്ഞ വർഷം അവിടെ പോകാനും അവിടെ മുക്തിനാഥ ഭഗവാനെ തൊഴാനുള്ള ഭാഗ്യം കിട്ടി. കാളികണ്ഠകൻ നദിയില് വെള്ളം നല്ല തണുപ്പായിരുന്നു, വെള്ളം പ്രോക്ഷണം ചെയ്ത് കുടിച്ചില്ല. പിന്നെ അവിടെ തന്നെ ചുറ്റിനും 108 തീർത്ഥങ്ങളുണ്ട്. നമുക്ക് തന്നെ അടിയിൽ കൂടെ ഓടാം. അല്ല 14,000 അടി പൊക്കമാണ്. ഞാൻ ചെന്നപ്പോൾ അവിടെ -2 ആയിരുന്നു. അത് ഏറ്റവും അമ്പലത്തിന്റെ 3/4 ഭാഗം വരെ നമുക്ക് കാറ് പോകും. പക്ഷെ ഏറ്റവും അവസാനത്തെ ഘട്ടം പടിയാണ്, വളരെ പതുക്കെ കയറാൻ പറ്റൂ. പിന്നെ അതിന്റെ മുകളിൽ ദാമോദരകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ശ്രീകൃഷ്ണൻ കാലുകൊണ്ട് കുഴിച്ചാണ് കാളികണ്ഠകൻ നദി വന്നത്. ഞാൻ അവിടുത്തെ ആയിരിക്കും. അവിടെ പോയി കാണാനും ഇവിടെ പത്മനാഭസ്വാമി അത് എനിക്ക് 6 മാസം കൊണ്ടാണ് ഈ കാളിഗ്രാമല്ലേ ഇവിടെ വന്നത്. ആനപ്പുറത്ത് അന്ന് ഈ GPS-ഉം UPS-ഉം ഒന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെ ഒന്നും ടെലിഫോണോ ഇല്ല, ഒന്നുമില്ല. അത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ അതിശയം തന്നെ എങ്ങനെ എത്തിക്കുന്നത്. ചെറിയൊരു എന്റെ അറിവിലുള്ള ചെറിയൊരു വിവരമാണ്. പിന്നെ ഇപ്പോ കുംഭാഭിഷേകം നടന്നല്ലോ കഴിഞ്ഞ വർഷം. അത് 250 വർഷം കഴിഞ്ഞ നടക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ആദ്യത്തെ താഴികക്കുളത്തുള്ള നെല്ല് ഇടാനുള്ള ഭാഗ്യം എനിക്കാണ് കിട്ടിയത്. മെയിൻ ശ്രീകോവിലിന്റെ മുകളിൽ വടക്കേറ്റിരിക്കുന്ന താഴികക്കുളം പഴയ സീഡ് ബാങ്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഞാനിപ്പോ കിലോമീറ്റർ ഇതിനകത്ത് നെല്ല് സ്റ്റോർ ചെയ്തിട്ട് അത് പിന്നെ അത് കാലാകാലം പണ്ട് ഇത്രയും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. 23.5 കിലോ നെല്ല് ഒരു താഴികക്കുളത്തേക്കുള്ളൂ. അങ്ങനെ 3 ഉണ്ട്. അതൊക്കെ കാണാനും കൂടുതൽ മനസ്സിലാക്കാനുള്ള ഭാഗ്യം ടീച്ചറുണ്ടെന്ന്. ഇവിടെ അമ്മയുടെ അനുഭവം കൊണ്ട് നാട്ടിൽ പറഞ്ഞത് നല്ല ബുദ്ധി തരണേ. ഞാന് പോകുന്നത് ഒരു ചെരുപ്പില്ലാതെ നടക്കാവും പോകുന്നത്. ആറാട്ടിന് ചെരുപ്പില്ലാതെ നടക്കുന്നത് ഇതിലും മോശമായ വളരെ മോശമായ കൂടെയാണ് നടക്കുന്നത്. പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് എണീക്കുമ്പോഴേ മറ്റേന്ന് കിടക്കുന്ന സ്വാസ്ഥ്യത്തിൽ കിടക്കും, എണീക്കുമ്പോൾ ചെരുപ്പിലോടാണ് ആലോചിക്കുന്നത്. ഭൂസ്പർശം വളരെ കുറവാണ്. നമ്മളൊക്കെ പഴയ കാലത്ത് അമ്മ പറഞ്ഞിട്ടുണ്ട്, എണീക്കുമ്പോൾ ഭൂമി തൊട്ട് കണ്ണു വെച്ചിട്ട് എണീക്കാവും. സമുദ്രവസന ദേവി പർവ്വതത്തിന്റെ ദേവി അഭിപ്രായ പാദസ്പർശം ക്ഷമ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എണീക്കുന്നത് ഭൂമിയെ ചെലുത്തുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് അതൊക്കെ പഠിപ്പിക്കുകയും നിലത്തിരുന്ന് ജീവിക്കാനും നിലത്തിരുന്ന് ആഹാരം കഴിക്കാൻ ആൾക്കാര് തിരക്കാണ് നടന്നുകൊണ്ടൊക്കെ കഴിക്കുന്നത്. ആൾക്കാർക്ക് ഒന്നിനും സമയമില്ല. സമയം നമുക്ക് വീട്ടിൽ തന്നെ സമയം നമ്മൾ കണ്ടെത്തണം. അതാണ് ഈ ഈശ്വരനെ ഭരിക്കാനും. ഞാൻ കഴിഞ്ഞ ആഴ്ച പോണ്ടിച്ചേരി പ്രോഗ്രാമുണ്ട്. അപ്പൊ അവര് പറയുന്ന ഒരു ദിവസം 1 മിനിറ്റ് നമ്മൾ ഉണ്ടാതിരിക്കണം സൈലൻസ്. നമ്മുടെ അടുത്തുള്ള നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആളെ മനസ്സിലാക്കാൻ വേണ്ടി 1 മിനിറ്റ് നമ്മൾ ഉണ്ടാതിരിക്കുക. അപ്പൊ ആ പീസ് നമ്മൾ നമ്മുടെ കുടുംബത്തിന് കൊടുക്കും, കുടുംബം സമൂഹത്തിന് കൊടുക്കും, സമൂഹം രാജ്യത്തിന് കൊടുക്കും. അതാണ് അവരുടെ മോട്ടോ. ഗുരുമുഖാൻ എന്ന് പറഞ്ഞൊരു സ്വാമിയാണ് ഈ പറഞ്ഞത്. അതൊരു 1 മിനിറ്റ് സൈലൻസ് ഉറങ്ങാത്തപ്പോഴും നമുക്ക് ഉണർന്നിരിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യാം. നല്ല കാര്യമാണ്. മൊബൈലൊക്കെ ഓഫ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള 1 മിനിറ്റ് നല്ലതാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ വായനയില് കുറച്ച് പിന്നോട്ടാണ്. പഠിക്കുന്ന സമയത്ത് പുസ്തകം തുറക്കാൻ പറയുമ്പോൾ പുസ്തകം അടച്ചു വെക്കുന്ന സ്വഭാവമായിരുന്നു എനിക്ക്. പരീക്ഷ സമയത്ത് നമുക്ക് പുസ്തകം അമ്മ പറഞ്ഞ പുസ്തകം തുറക്കണം. പരീക്ഷ സമയത്ത് പുസ്തകം തുറക്കാൻ വെച്ചാൽ ആരും സമ്മതിക്കുകയില്ല. അതുകൊണ്ട് അക്കാഡമിക്കലി ഞാനിവിടെ ആവറേജാണ്. ഞാൻ കൂടുതൽ യാത്രകളും ഇങ്ങനെ പുണ്യ സ്ഥലങ്ങളും കാണാനും പോകാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഈ കഴിഞ്ഞ 10-15 ദിവസം കൊണ്ട് തുംഗനാഥ് പോകാനുള്ളൊരു ഭാഗ്യം കിട്ടി. അത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പൂരിയുള്ള ശിവക്ഷേത്രമാണ്. നമ്മുടെ ശങ്കരാചാര്യസ്വാമി പ്രതിഷ്ഠയാണ്. അതൊരു 14,000 to 15,000 ഫീറ്റാണ്. പോയിട്ട് വന്നു. അത് കുതിര മിക്കവാറും അമ്പലത്തിന്റെ അടുത്ത് വരുന്നു. കുതിര താഴെ വീണെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോകാം.
60 കിലോയിലെ മോട്ടറുള്ളവർക്ക് ഒരു റേറ്റ്, 60 കിലോ കുറഞ്ഞുള്ളവർക്ക് ഒരു റേറ്റ്. എനിക്ക് റേറ്റ് കുറഞ്ഞു പോകാൻ കൂടെ ഉള്ളവർക്കൊക്കെ കുറച്ച് ഹൈ റേറ്റിലാണ് പോയത്, ഫ്രീ യൂസ് ചെയ്യാൻ. പക്ഷെ അവിടെ പോയത് അവിടെ ഉപയോഗം പറഞ്ഞത് ഇത് കേരളത്തിൽ നിന്നുള്ള ശങ്കരാചാര്യ സ്വാമി പ്രദർശിച്ചതാണ്. ഇത് തുങ്കനാഥൻ എന്ന് പറഞ്ഞാൽ പഞ്ചകേദാരങ്ങളിൽ വരുന്നതാണ്. 5 കേദാരമാണ്. ഒന്ന് കേദാരനാഥ്, തുങ്കനാഥൻ, പാത്മകേശർ, കൽപേശ്വർ, പിന്നെ രുദ്രനാഥൻ. ഇത് എല്ലാ ക്ഷേത്രത്തിന്റെ മുകളിലും നമ്മൾ സൂക്ഷിക്കാൻ പണങ്ങാണെന്ന് നോക്കാം. വലിയൊരു താമരയാണ് വെച്ചിരിക്കുന്നത്, തടിയില്ല. നമുക്ക് കാണാൻ അടുത്ത് പോയി നോക്കുമ്പോൾ കാണാം. കേദാർനാഥ് ശങ്കരാചാര്യ സ്വാമിയുടെ വലിയൊരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ കാലടിയിൽ മാത്രം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ കേരളത്തിലാണ് ശങ്കരാചാര്യ സ്വാമിക്ക് ഏറ്റവും കുറച്ച് ആൾക്കാരെ അറിവുള്ളത്. കേരളത്തിന് ഡൽഹി പോയാൽ തന്നെ അദ്ദേഹത്തിന്റെ ശൃംഗേരി പോയപ്പോഴൊക്കെ അതെന്ത് ഭംഗിയായിട്ട് വേദവും സംസ്കൃതവും എല്ലാം കുട്ടികളും ഒരുപാട് കുട്ടികൾ പഠിക്കാനുണ്ട് അവിടെ. ഇപ്പോഴും അതെ, അവരുടെ കോളേജുകളിൽ മൊബൈലോ സോഷ്യൽ മീഡിയ എല്ലാം കട്ട് ചെയ്തിരിക്കുകയാണ്. ഒന്നും പറഞ്ഞില്ല. രാത്രിയിലേക്ക് 1 മണിക്കൂർ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ചിത്രങ്ങളുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ കൂടുതൽ സംസാരിച്ച് അധികം പ്രവർത്തിക്കുന്നില്ല. എനിക്ക് 10:15 ക്ഷേത്രം എത്തണം. അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നു. അപ്പോൾ അതിന്റെ പങ്കുകൊള്ളാൻ പോകണം. എല്ലാവരുടെയും ദൈവാനുഗ്രഹത്തെ എല്ലാവർക്കും ആരോഗ്യ സൗഖ്യം മനസ്സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. സ്നേഹാദരങ്ങളുടെ പ്രതീകമായി ഒരു സ്നേഹോപകാരം സംവിധാനം ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ ടി പി രാജേന്ദ്രൻ സമർപ്പിക്കും.